ഹലോ, ഇതെൻ്റെ കസിൻ സിസ്റ്ററുടെ മോളാണ്. ഈ മോളുടെ പേര് ഇഷാനി എന്നാണ്. മോൾക്കിന്ന് സ്കൂളിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സാരി ഉടുപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിന്നലെ ഇവിടെ കൊണ്ട് മോളെ ആക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ രാവിലെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് തലമുടിയൊക്കെ കെട്ടി വെച്ചേക്കണുണ്ട്. നിങ്ങളോർക്ക് ഒരുപാട് മുടിയൊക്കെ ഉള്ള ആളാണ്. അങ്ങനെയൊന്നുമില്ല, എന്നാലും ഞങ്ങൾ മുടിയൊക്കെ തോർത്തി വന്നിട്ട് തോർത്തൊക്കെ വെച്ച് കെട്ടി നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മോളെ സാരി ഉടുപ്പിച്ച് തുടങ്ങാം. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരാളെ സാരി ഉടുപ്പിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം അളവനുസരിച്ച് സാരി പകുതി മടക്കി ബാക്കി പകുതി വെച്ചാണ് ഇപ്പോൾ ഉടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇറക്കത്തിലുള്ള പാവാടയൊന്നും കിട്ടില്ലല്ലോ. അപ്പം ലെഗിൻസ് ഇട്ടിട്ട് അതിനിടയിൽ കൂടെ ചരട് കയറ്റി അത് ടൈറ്റാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ ആദ്യം കുറച്ച് ഭാഗം മടക്കി വെച്ചിട്ടാണല്ലോ സാരി ഉടുപ്പിക്കുന്നത്. അപ്പോൾ അതേ മടക്കി വെച്ച് തന്നെയാണ് പിന്നീട് പ്ലീറ്റ്സും എടുക്കുന്നത്. സാധാരണ സാരി ഉടുപ്പിക്കുന്ന പോലെ നിലത്ത് മുട്ടി ഉടുപ്പിക്കാതെ കുറച്ച് പൊക്കി വെച്ചാണ് ഈ സാരി ഉടുപ്പിക്കുന്നത്. മുന്താണിയുടെ ഭാഗം കുറച്ച് ഒതുങ്ങാൻ ബുദ്ധിമുട്ടുള്ള പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പ്ലീറ്റ്സൊക്കെ നേരത്തെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. എങ്കിലും വെച്ചപ്പോഴേക്കും ഒരു കൺഫ്യൂഷൻ, തിരിഞ്ഞു പോയോന്ന്. അപ്പോൾ ഒന്നുകൂടെ കറക്റ്റാക്കിയിട്ട് പ്ലീറ്റ്സ് റെഡിയാക്കിയാണ്.
മുന്താണി ഭാഗം നല്ല വിരിഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് എത്ര എടുത്തിട്ടും ഒരു തൃപ്തിയാകുന്നില്ല. എന്ന് വീണ്ടും ഒന്നുകൂടെ അഴിച്ചു കുത്തി റെഡിയാക്കി എടുക്കുകയാണ്. ഒന്നാമത് ഇങ്ങനെ മുന്നിലേക്കുള്ള രീതിയിൽ ഇതുവരെ ഉടുപ്പിച്ച് നോക്കിയിട്ടില്ല ആരെയും, കണ്ടറിയാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം അതുമൊക്കെ ആപ്പാടെ കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഏക്കായാലും ഒരു വിധത്തിൽ ഉടുപ്പിച്ചെടുത്തു. അതിനുശേഷം ഈ ഫ്ലീറ്റ്സ് ഒന്ന് ഒതുങ്ങി നിൽക്കാനായിട്ട് ഒരു അരപ്പട്ട കെട്ടിക്കൊടുത്തു. പിന്നെ അരപ്പട്ടയ്ക്ക് താഴേക്ക് വിരിഞ്ഞ് നിൽക്കുന്ന ഭാഗം നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തു. സ്കൂളിൽ പോകുന്ന സമയത്തിന് മുമ്പായിട്ട് ധൃതിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. ലാസ്റ്റ് കുറച്ച് ലിപ്സ്റ്റിക്കും അത് വെച്ച് തന്നെ ഐ ഷാഡോയും റൂഷും ഇട്ട് കൊടുത്തു. ചെറുതായിട്ട് ഫൗണ്ടേഷനും ഇട്ടായിരുന്നു. അപ്പോഴേക്കും ഇഷാനിനെ കൊണ്ടുപോകാനായിട്ട് ഇഷാനിയുടെ അച്ഛൻ വന്നു. അങ്ങനെ വേഗം ചേരുന്ന ഒരു കമ്മലും മാലയും കൂടി ഇട്ട് ഞങ്ങൾ റെഡിയായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കി ഓളൂടെ കൊടുക്കുക. എങ്കിലേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.